മാവോയിസ്റ്റുകളെ പക്ഷികളെ വേട്ടയാടും പോലെ കൊലപ്പെടുത്തുന്നു എന്ന് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് മണിക് സർക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ഇങ്ങനെ പറയാനുള്ള സാഹചര്യം? 2026 മാർച്ച് 31 മുൻപ് മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വലിയ വേട്ട മാവോയിസ്റ്റുകൾക്കെതിരെ നടക്കും. ഈ വർഷം മെയ് 21 വരെ 187 മാവോയിസ്റ്റുകളെ വധിച്ചു. കഴിഞ്ഞ വർഷം 217 പേരെ വധിച്ചു. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കഴിഞ്ഞ 11 വർഷത്തിനിടെ 1003 മാവോയിസ്റ്റുകളെയാണ് കൊലപ്പെടുത്തിയത്. മെയ് 21 നടന്ന ഏറ്റുമുട്ടലിൽ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. അതിനുശേഷവും മുൻപും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പലവട്ടം മാവോയിസ്റ്റ് നേതാക്കൾ പറഞ്ഞതാണ്. പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരോ കേന്ദ്ര സർക്കാരോ ചർച്ച വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും. എന്താണ് ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും വനപ്രദേശത്ത് നടക്കുന്നത്? വനപ്രദേശങ്ങളിലെ ഖനികളിൽ കണ്ണുവെച്ച കോർപ്പറേറ്റ് മുതലാളിമാർക്കെതിരെ അവിടുത്തെ ആദിവാസികൾ വലിയ പ്രക്ഷോഭം നയിക്കുന്നുണ്ട്. ആ ആദിവാസികളെയും കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. രക്തം മരവിക്കുന്ന ഇടപെടലാണ് ഈ ആദിവാസി മേഖലകളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് ഇന്ത്യയിലെ ഇടതു പാർട്ടികൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ മേഖലയിൽ കൊല്ലപ്പെടുന്നത് മാവോയിസ്റ്റുകൾ മാത്രമല്ല, നമ്മുടെ ജവാന്മാരും കൊല്ലപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 8 ജവാന്മാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മാവോയിസ്റ്റുകൾ പറയുമ്പോൾ സമാധാനത്തിനുള്ള വഴിയാണ് തെളിഞ്ഞു വരുന്നത്. അത് കേന്ദ്ര സർക്കാരിന് അംഗീകരിച്ചുകൂടെ എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഉയരുന്നു.